Step 5. Checking of floor thickness by Kosla's theory. Step 4 Bly's theory ഉപയോഗിച്ച് floor thickness കണ്ടുപിടിച്ചു. അത് നമ്മൾ ഇനി Kosla's theory യൂസ് ചെയ്ത് ചെക്ക് ചെയ്യണം. That is step 5. Question it is given. Exit gradient is equal to 1/5. Kosla's curve exit gradient ഒരു ഫോർമുല ഉണ്ട്. Kosla's curve ചാപ്റ്ററിലുണ്ട്. നമ്മൾ അല്ലാതെ ഫോർമുല ആയിട്ടും പഠിക്കും. Exit gradient is equal to hs by d into 1/pi root lambda. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/5 is equal to 1/pi root lambda into hs is 2.44 by d 1.6. From this equation you will get 1/pi root lambda is equal to 0.13. Now, using Kosla's chart, അതായത് exit gradient, Kosla's curve for exit gradient ഇന്നുള്ള Kosla's curve use ചെയ്യണം. From that graph or curve, from Kosla's curve, 1/pi root lambda ക്ക് corresponding ആയിട്ടുള്ള alpha value കണ്ടുപിടിക്കുക. 1/pi root lambda is equal to 0.13. അങ്ങനെയെങ്കിൽ ആൽഫ എത്ര വരുമെന്ന് കർവിൽ നിന്ന് കണ്ടുപിടിക്കാം. എക്സി ഗ്രേഡിയന്റ് കർവ് ഉണ്ട്, Kosla's curve for എക്സി ഗ്രേഡിയന്റ് ഉണ്ട്. ആ ലാസ്റ്റ് കർവ് അതിൽ നിന്നും 1/pi root lambda 0.13 ആണെങ്കിൽ കറസ്പോണ്ടിങ് ആൽഫ വാല്യൂ കണ്ടുപിടിക്കാം. സോ ആൽഫ വാല്യൂ വിൽ ബി 11. എനിക്ക് 11 ആണ് കിട്ടിയത്. നിങ്ങൾ ചെയ്യുമ്പോൾ 11 ക്ലോസ് ടു 11 നിങ്ങൾക്ക് കിട്ടും. So from Kosla's chart for 1/pi root lambda 0.13 alpha equal to 11. There. നമുക്കറിയാം ആൽഫ എന്ന് പറയുന്നത് d by d, which implies b is equal to d alpha. That is d എന്ന് പറയുന്നത് 1.6 into alpha, that is 11. You will get 17.6 meter. Here B is the total length of floor and D is the depth of downstream cutoff. നമ്മൾ എന്താ ചെയ്തത്? എക്സിറ്റ് ഗ്രേഡിയന്റ് വാല്യൂ തന്നിട്ടുണ്ട്. എക്സിറ്റ് ഗ്രേഡിയന്റ് ഫോർമുല എന്ന് പറയുന്നത് G is equal to hs by d into 1/5 root lambda. അപ്പം G ക്ക് 1/5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, hs 2.4, d 1.6. ഇത്രയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 1/pi root lambda എത്ര കിട്ടുമെന്ന് നോക്കാം. 1/pi root lambda എത്ര കിട്ടുമെന്ന് നോക്കാം. So for the value of 1/pi root lambda, അതായത് നമുക്ക് 0.13 എന്ന് കിട്ടി. ഇനി എക്സി ഗ്രേഡിയന്റ് കർവ് ഉണ്ട്. Kosla's curve എക്സി ഗ്രേഡിയന്റ് കർവ് എടുത്തിട്ട് 1/pi root lambda 0.13 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫ വാല്യൂ കണ്ടുപിടിക്കാം. ആൽഫ വാല്യൂ 11 എന്ന് കിട്ടും, ഓർ അറൌണ്ട് 11 നിങ്ങൾക്ക് കിട്ടും. കിട്ടുന്ന ആൽഫ വാല്യൂ എടുത്തിട്ട് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് b by d, where b is the total length of floor and d is the depth of downstream cutoff. അപ്പോൾ നമുക്ക് d അറിയാം, ആൽഫ അറിയാമെങ്കിൽ b കണ്ടുപിടിക്കാം. നോക്കിക്കേ,
നമ്മൾ ബ്ലൈസ് തിയറി ഉപയോഗിച്ച് കണ്ടുപിടിച്ചിട്ട് we had provided 15 meter for length of floor. പക്ഷെ കോസ്ലാസ് കർവ് ഉപയോഗിച്ച് നമുക്ക് കിട്ടിയ ലെങ്ത് ഓഫ് ഫ്ലോർ എന്ന് പറയുന്നത് 17.6 meter. So length of floor provided by Bly's theory is less than required. കോസ്ലാസ് തിയറി ഉപയോഗിച്ച് നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്ന ലെങ്ത് ഓഫ് ഫ്ലോർ 17.6. അപ്പൊ കോസ്ലാസ് തിയറി ഉപയോഗിച്ച് റിക്വയർഡ് ലെങ്ത് ഓഫ് ഫ്ലോർ എന്ന് പറയുന്നത് 17.6 മീറ്റർ ആണ്. പക്ഷെ ബ്ലൈസ് തിയറി ഉപയോഗിച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 15 ആണ്. അപ്പൊ എന്താണ് നമ്മൾ കൊടുത്തേക്കുന്ന ഫ്ലോർ ലെങ്ത് സഫിഷ്യന്റ് അല്ല. സോ വി ഹാവ് ടു ഐദർ ഇൻക്രീസ് ദ ഫ്ലോർ ലെങ്ത് ഓർ ഡെപ്ത് ഓഫ് കട്ട് ഓഫ് നീഡ് ടു ബി ഇൻക്രീസ്. അപ്പൊ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ഫ്ലോർ ലെങ്ത് ഇൻക്രീസ് ചെയ്യണം ഓർ we have to increase the depth of cutoff. Hence either floor length should be increased. എത്ര increase ചെയ്ത് കൊടുക്കണം? Increase by 2.6 meter or increase the depth of cutoff. So നമ്മൾ ഓൾറെഡി 15 മീറ്റർ ആണ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ഫ്ലോർ ലെങ്ത് കോസ്ലാസ് തിയറി ഉപയോഗിച്ച് കണ്ടുപിടിച്ചപ്പോൾ 17.6 മീറ്റർ എന്ന് കിട്ടി. So here instead of increasing the floor length we will increase the depth of downstream cutoff. അപ്പോൾ depth of downstream cutoff 1.6 meter ആയിരുന്നു. Now let's provide 1.8 meter depth for downstream cutoff. അപ്പോൾ 1.6 meter എന്നുള്ളത് മാറ്റി we are going to provide 1.8 meter depth for downstream cutoff. അങ്ങനെയെങ്കിൽ ആൽഫ വാല്യൂ എത്ര വരും? 15 by 1.8 which is 8.33. From Kosla's curve if alpha is 8.33 നമ്മൾ കോസ്ലാസ് കർവിന് എക്സിറ്റ് ഗ്രേഡിയന്റ് കണ്ടുപിടിക്കണം. അതിനു വേണ്ടി ഫ്രം കോസ്ലാസ് കർവ് 1/π√λ എത്രയാണ് നോക്കാം. 8.33 ആൽഫ വാല്യൂക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1/π√λ വാല്യൂ കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഫ്രം കോസ്ലാസ് കർവ് യു വിൽ ഗെറ്റ് 0.15. കട്ട് ഓഫിന്റെ ഡെപ്ത് 1.6 നിന്നും 1.8 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ആൽഫ വാല്യൂ എത്രയായിരിക്കും? 15/1.8. അപ്പോൾ ഈ ആൽഫ വാല്യൂ അതായത് 8.33 ആൽഫ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1/π√λ വാല്യൂ കണ്ടുപിടിക്കണം ഫ്രം കോസ്ലാസ് കർവ്. യു വിൽ ഗെറ്റ് 0.15. You will get 0.15. എന്ത് കിട്ടി? 0.15 എന്ന് കിട്ടി. നമുക്കറിയാം എക്സിറ്റ് ഗ്രേഡിയന്റിന്റെ ഫോർമുല GE is equal to HS by D into 1/π√λ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.15 അതായത് 1/π√λ 0.15 into
2.44 by 1.8. 1 by 4.92. വേണ്ടിയിരുന്ന വാല്യൂ 1/5. It is almost equal to 1/5. 4.92 എന്ന് പറയുമ്പോൾ almost equal to 5 ആണ്. അപ്പം permissible exit gradient equal to 1/5, hence safe. അപ്പോൾ നമുക്ക് 1.8 മീറ്റർ ഡെപ്ത് കൊടുക്കുന്നതുകൊണ്ട് exit gradient വാല്യൂ exceed ആവുന്നില്ല, so it is safe. ഇനി നമുക്ക് pressure calculate ചെയ്യണം. We have to calculate pressure. Calculation of pressure. അതായത് 5 വാല്യൂസ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് എവിടെയാണ്? അപ്സ്ട്രീം കട്ട് ഓഫിൽ കണ്ടുപിടിക്കണം. First we are going to find out that upstream cutoff. Upstream cutoff inde depth 1 meter, V value 15 meter. അപ്പോ 1 by alpha എന്ന് പറയുമ്പോൾ എത്ര വരും? D by B വരും. That is 1 by 15, which is equal to 0.067. അപ്പോൾ നമ്മൾ എൻഡ് പൈലിന്റെ കർവ് എടുത്തിട്ട് അപ്സ്ട്രീമിലാണ് എൻഡ് പൈൽ വരുന്നതെങ്കിലുള്ള വാല്യൂസ് കണ്ടുപിടിക്കണം. നമുക്കറിയാം അപ്സ്ട്രീം കട്ട് ഓഫ് ഡൗൺസ്ട്രീം കട്ട് ഓഫ് രണ്ട് എൻഡിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എൻഡ് പൈലിനുള്ള കർവ് ഉണ്ട്, ഷീറ്റ് പൈലറ്റ് എൻഡ് എന്ന് പറഞ്ഞുള്ള കർവ് ഉണ്ട്, ഹോസ്ലാസ് കർവ്. ആ കർവ് ഉപയോഗിച്ച് വേണം കണ്ടുപിടിക്കാൻ. 5E will be 24% and 5D will be 16%. 1 by alpha 0.067 corresponding ആയിട്ടുള്ള 5E 5D വാല്യൂ. ഹോസ്ലാസ് കർവ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം. സെയിം പ്രൊസീജിയർ യൂസ് ചെയ്യുക. ഷീറ്റ് പൈലറ്റ് എൻഡിൽ അപ്സ്ട്രീം പൈലറ്റ് 5E 5D. നമുക്ക് ആക്ച്വലി വേണ്ടത് 5C1. അത് എത്ര വരും? 100 minus 5E is 76%. is 100 minus 24. അതുപോലെ 5D1 is equal to 100 minus 5D. അപ്പോൾ 100 minus 16, that is 84%. ഇവിടെ അപ്സ്ട്രീമില് ഫ്ലോർ തിക്നെസ് എന്ന് പറയുന്നത് 0.4 മീറ്റർ. ഇവിടെ ഇന്റർമീഡിയറ്റ് പൈലൊന്നും ഇല്ല, സ്ലോപ്പിംഗ് ഫ്ലോർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് മ്യൂച്വൽ ഇന്റർഫറൻസും വരുന്നില്ല. കറക്ഷൻ ഫോർ സ്ലോപ്പിംഗ് ഫ്ലോർ അതും കൊടുക്കണ്ട. പക്ഷേ ഫ്ലോർ തിക്നെസ്സിനുള്ള കറക്ഷൻ പ്രൊവൈഡ് ചെയ്യണം. ഫ്ലോർ തിക്നെസ്സിനുള്ള കറക്ഷൻ നമുക്കറിയാം, സി പോയിന്റിലാണെങ്കിൽ കറക്ഷൻ പോസിറ്റീവും ഇ പോയിന്റിലാണെങ്കിൽ കറക്ഷൻ നെഗറ്റീവും ആയിരിക്കും, അല്ലേ? ഇങ്ങനെ വരുമ്പോ സി ഇ ഇങ്ങനെ വരുമ്പോ കറക്ഷൻ പോസിറ്റീവ്, ഇങ്ങനെ പോകുമ്പോൾ കറക്ഷൻ നെഗറ്റീവ്. ഇവിടെ സി പോയിന്റ് ആയതുകൊണ്ട് കറക്ഷൻ പോസിറ്റീവ്. അപ്പൊ നമുക്ക് കറക്റ്റഡ് 5C1 എന്ത് കൊടുക്കണം? ഈ കറക്റ്റഡ് 5C1 എന്ന് പറയുമ്പോൾ ഫ്ലോർ തിക്നെസ് ഉള്ള കറക്ഷനും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പൊ 5C1 76 പ്ലസ് ഫ്ലോർ തിക്നെസ്സിനുള്ള കറക്ഷൻ. ഇതിന്റെ ഡെപ്ത് 1 മീറ്റർ ആയിരുന്നു. അപ്പൊ കറക്ഷൻ എത്ര വരും? 84 minus 76 by 1 into 0.4. ഇതാണ് കറക്ഷൻ. അത് നമ്മൾ 76ന്റെ കൂടെ ആഡ് ചെയ്യണം. You will get 79.2%. So corrected 5C1 value is 79.2%. അപ്പോൾ correction for floor thickness ആണ് നമ്മൾ ചെയ്യേണ്ടത്. Similarly, downstream cutoff.
അതും ഷീറ്റ് പൈലറ്റിന്റെ ഡൗൺ സ്ട്രീമിൽ വരുന്നത്. അവിടെ ഡി വാല്യൂ 1.8 മീറ്റർ, ബി വാല്യൂ 15 മീറ്റർ. 1 by alpha is equal to d by d, that is 0.12 wave. അതായത് d by b 1 by alpha is d by b, that is 0.12. 1.8 by 15, 0.12 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. 5E2 will be 32% and 5D2 is 22%. 5D2 is 22%. ഇവിടെ നമ്മൾ 5Eക്കാണ് കറക്ഷൻ കൊടുക്കേണ്ടത്. ആ കറക്ഷൻ എന്ന് പറയുന്നത് ഈ പോയിന്റിലാകുമ്പോൾ കറക്ഷൻ നെഗറ്റീവ് ആയിരിക്കും. So ഈ പോയിന്റിലാകുമ്പോൾ കറക്ഷൻ വിൽ ബി ഇങ്ങനെയാണ് വരുന്നത്. സോറി, ഇ ഡാഷ് സി ഡാഷ്. ഇവിടെ കറക്ഷൻ നെഗറ്റീവ്, ഇവിടെ കറക്ഷൻ പോസിറ്റീവ്. സോ 5E2 will be, നമ്മൾ 5E2 എന്ന് പറയുമ്പോൾ ഈ 32ന്റെ കൂടെ എന്ത് ചെയ്യണം? ഫ്ലോർ തിക്നെസ്സിന് വരേണ്ട കറക്ഷൻ സബ്ട്രാക്ട് ചെയ്യണം. എത്ര വരും? Corrected 5E2 is equal to 32 minus 22 by 1.8 into 0.6. Calculate it, you will get 28.67%. You will get 28.67%. ഇവിടെ ആകെ ഒരു കറക്ഷനേ ഉള്ളൂ, കറക്ഷൻ ഫ്ലോർ തിക്നെസ്. അപ്പോൾ ആ കറക്ഷൻ മാത്രം അപ്ലൈ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഫ്ലോർ തിക്നെസ്സിന് വേണ്ടിയുള്ള കറക്ഷൻ മാത്രം അപ്ലൈ ചെയ്താൽ മതി. കറക്ഷൻ ഫോർ ഫ്ലോർ തിക്നെസ് അപ്ലൈ ചെയ്യുന്നു. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആ കറക്ഷനും കൂടെ കൊടുത്തിട്ട് കറക്റ്റഡ് വാല്യൂ കണ്ടുപിടിക്കുന്നു. സോ കറക്റ്റഡ് 5E2 is 32 minus 22 by 1.8 into 0.16. You will get 28.67%. 28.67%. സോ നമുക്ക് എന്ത് പറയാം? 28.67% എന്ന് വന്നു. അപ്പൊ നമുക്ക് പറയാം pressure on the floor varies linearly. So pressure varies, നമുക്ക് പറയാം pressure on the floor varies linearly from, എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? അപ്സ്ട്രീമിൽ എത്രയായിരുന്നു? 79.2% to 28.67%. Pressure variation is linear and pressure on the floor varies linearly from 79.2% to 28.67%. Step 4, that is ബ്ലൈസ് തിയറി ഉപയോഗിച്ചുള്ള ഫ്ലോർ ലെങ്ത് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത്, ഫ്ലോർ ലെങ്തും തിക്നെസ്സും കണ്ടുപിടിച്ച സമയത്ത് ലാസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു, the thickness of floor at intermediate points may be varied as per requirements of uplift pressure. അപ്പോൾ നമ്മൾ pressure variation കണ്ടുപിടിച്ചു. that is pressure on the floor varies linearly from 79.2% to 28.67%. So we have found out till that. Now we are going to calculate thickness at various points. Now we are going to calculate floor thickness at various points. Calculation of
calculation of thickness. So first is provide minimum thickness of 0.4 meter for upstream floor. Upstream floor minimum thickness 0.4 meter provide ചെയ്യണം. Then ഞാൻ അടുത്ത കണ്ടുപിടി അടുത്ത അതൊരു പോർഷൻ അല്ലേ. thickness at downstream toe of the crest. അവിടെ നമുക്ക് എത്ര വരുമെന്ന് നോക്കാം. So total downstream floor length is total downstream floor length is 8 meter. Total floor length 15, out of which we are providing 8 meter at downstream. So total downstream floor length is 8 meter. അങ്ങനെയെങ്കിൽ you have to calculate percentage pressure at 8 meter. That is 28.67 plus 79.2 minus 28.67 divided by 15 into 8. അപ്പോൾ ഡൗൺസ്ട്രീമിൽ നിന്ന് 8 മീറ്റർ, അതായത് ക്രസ്റ്റിൽ നിന്നും ഡൗൺസ്ട്രീം ഫ്ലോർ എത്രയുണ്ട്? 8 മീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് പോയിന്റ്, അതായത് ഡൗൺസ്ട്രീം എൻഡിൽ വരുന്ന പ്രഷർ ആണ് 28.67. അവിടെ നിന്ന് ഒരു 8 മീറ്റർ ഇപ്പുറത്തോട്ട് എത്ര പ്രഷർ വരും എന്നുള്ളത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇന്റർപോളേഷൻ വഴിയാണ് കണ്ടുപിടിക്കുന്നത്. You will get 55.67%. 62% എന്ന് കിട്ടും. അങ്ങനെയെങ്കിൽ seepage head will be 55.62 by 100 into 2.44 plus 0.31. സിസ്റ്റം മുന്നോട്ട് സിസ്റ്റം ഉള്ളിടത്തോളം നമ്മൾ ഈ 0.31 കൂടെ ആഡ് ചെയ്യണം. 0.31 എന്ന് പറയുന്നത് x ആണ്, ഡെപ്ത് ഓഫ് സിസ്റ്റം. സോ seepage head will be 55.62 by 100. അതായത് ഇത്രയും പെർസെന്റേജ് ഓഫ് 2.44 പ്ലസ് 0.31. ടോട്ടൽ seepage head 2.44 ആയിരുന്നു. അതിന്റെ 55.62% എടുക്കുക, അതിന്റെ കൂടെ സിസ്റ്റമിന്റെ ഡെപ്ത് കൂടെ ആഡ് ചെയ്യുക. You will get 1.67 meter. അപ്പോൾ required thickness എത്രയാണ്? Thickness required T will be equal to H by G minus 1. That is 1.67 divided by 2.24 minus 1. You will get 1.35 meter. 1.35 കിട്ടി. We will provide 1.4 meter thickness for floor. We will provide 1.4 meter thickness for floor at 8 meter distance from downstream. ഡൗൺസ്ട്രീമിൽ നിന്നും 8 മീറ്റർ ഡിസ്റ്റൻസിൽ ഫ്ലോറിൽ കൊടുക്കേണ്ട തിക്നെസ് എത്രയാണ്? കൊടുക്കാൻ പോകുന്ന തിക്നെസ് 1.4 മീറ്റർ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 1.35 മീറ്റർ എന്ന് കിട്ടി. വി വിൽ പ്രൊവൈഡ് 1.4 മീറ്റർ. ഇനി അടുത്തത് at 3 meter from downstream toe of crest. ക്രസ്റ്റിന്റെ ഡൗൺസ്ട്രീം ടോയിൽ നിന്നും 3 മീറ്റർ ദൂരത്തിൽ എത്രയാണ് നോക്കാം. അപ്പൊ ഡൗൺസ്ട്രീം ടോയിൽ നിന്ന് 3 മീറ്റർ, ഡൗൺസ്ട്രീമിലെ ഫ്ലോർ ലെങ്ത് 8 മീറ്റർ ഉണ്ട്. ഡൗൺസ്ട്രീം ടോയിൽ നിന്നും 3 മീറ്റർ ആണെങ്കിൽ ഡൗൺസ്ട്രീം എൻഡിൽ നിന്ന് എത്രയായിരിക്കും? 5 മീറ്ററിലായിരിക്കും. മനസ്സിലായോ?
ഇവിടെ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ഡൗൺ സ്ട്രീം ടോയിലായിരുന്നു. ഡൗൺ സ്ട്രീം ടോ എന്ന് പറയുമ്പോൾ ഡൗൺ സ്ട്രീം എൻഡിൽ നിന്നും 8 മീറ്റർ ആയിരുന്നു. At 3 meter from downstream toe means it is at a distance of 5 meter from the downstream end. So percentage pressure at 5 meter. Will be equal to 28.67 plus 79.2 minus 28.67 divided by into 5. 45.51%. Then seepage head കണ്ടുപിടിക്കണം. Same procedure ആണ്, distance മാറുന്നേ ഉള്ളൂ. Seepage head will be 45.51 by 100 into 2.44 plus 0.31. You will get as 1.42 meter. Seepage head കിട്ടി. Now we can find out the required thickness. Thickness required T is equal to H by G minus 1, that is 1.42 divided by 2.24 minus 1. 1.14 meter. Thickness required is 1.42 divided by 2.24 minus 1, that is 1.14 meter. 1.14 meter. So we are going to provide round either we will provide 1.2 meter thick floor at a distance of 3 meter from the toe of crest. So crestile toil ninnum at a distance 3 meter we will provide 1.2 meter thickness. Required 1.14 ആയിരുന്നു. So we are going to provide 1.2 meter. Now, next is at 6 meter from downstream toe of crest. At 6 meter from downstream toe of crest. Downstream toe of crest നിന്നും 6 meter. So here percentage pressure toil നിന്നും 6 meter, so downstream endil നിന്നും 2 meter. At 2 meter is equal to 28.67 plus 79.2 minus 28.67 by 15 into 2. 35.41%. നമുക്കറിയാം ഡൗൺസ്ട്രീം എൻഡിൽ 28.67 അപ്സ്ട്രീമിൽ 79.2. ഇവിടെ നമ്മൾ we are moving towards downstream. ആദ്യം ടോയിൽ കണ്ടുപിടിച്ചു. അപ്പോൾ പ്രഷർ എത്രയായിരുന്നു? 55.62. 3 meter from downstream to ആയപ്പോൾ 45.51. അപ്പോൾ വീണ്ടും നമ്മൾ അങ്ങോട്ട് പോവാണ് 6 meter from downstream to. അപ്പോൾ എങ്ങനെയായിരിക്കും പ്രഷർ? കുറഞ്ഞു വരും. 28.67 അടുത്തോട്ട് വരും പ്രഷർ. We got here at 2 meter we got 35.41% there.
Next, we have to calculate seepage head. Next, we have to calculate seepage head. Seepage head will be 35.41 by 100 into 2.44. Please listen. Seepage head കണ്ടുപിടിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഇത്രയും നേരം എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചപ്പോൾ 2.44നെ percentage pressure കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു എക്സ് ഡെപ്ത് ഓഫ് സിസ്റ്റേണും കൂടെ ആഡ് ചെയ്തു. ബട്ട് we know that cistern ends at 6 meter. Length of cistern എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചത് 6 meter ആയിരുന്നു. So cistern ends at 6 meter. Downstream toil നിന്നും 6 meter length ആകുമ്പോഴത്തേക്കും cistern end ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ 6 meterൽ കണ്ടുപിടിക്കുന്നു. ഇതിന് ശേഷം cistern ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ +x ചെയ്യാത്തത്. So we will get 35.41 by 100 into 2.44, that is 0.86 meter. Cistern ends at 6 meter, so x is not added. ഈ റീസൺ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ തരുന്നേ ഉള്ളൂ. ഡിസൈൻ ചെയ്യുമ്പോൾ എഴുതിയില്ലേലും കുഴപ്പമില്ല. So seepage head is 35.41 by 100 into 2.44. ഇവിടെ 6 മീറ്ററിനകത്ത് 6 മീറ്ററിന് ശേഷം സിസ്റ്റേൺ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ seepage headന്റെ കൂടെ സിസ്റ്റേൺ ആഡ് ചെയ്യാത്തത്. No. Thickness required T is equal to h by g minus 1, that is 0.86 by 2.24 minus 1. എത്ര വരുന്നു thickness? 0.69 meter. 0.69 meter വരുന്നു. We will provide 0.7 meter thickness for floor at 6 meter from the toe of crest. So crest in the toe നിന്നും 6 meter distance ൽ വരേണ്ട provide ചെയ്യുന്ന thickness 0.7 meter. Thickness 0.7 meter. So now we have completed step 5.